മൈക്കൽ ഹയത്ത് എഴുതിയ മേക്ക് യുവർ ബെസ്റ്റ് ഇയർ എവർ എന്ന ബുക്കിനെ കുറിച്ചുള്ള സമ്മറിയാണ് ഇന്നത്തെ വീഡിയോയിൽ. ഓരോ വർഷവും ഞാൻ എൻ്റെ ജീവിതം മാറ്റുമെന്ന് പറഞ്ഞു തുടങ്ങുകയും പക്ഷെ വർഷാവസാനം വലിയ മാറ്റങ്ങളൊന്നും സംഭവിക്കാതെ അതേ ജീവിതത്തിലേക്ക് തന്നെ മടങ്ങുകയും ചെയ്യുന്നു. ഈ പ്രശ്നം ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് ആളുകൾക്കുമുണ്ട്. ഇത്തരം ആളുകൾക്കായി മൈക്കൽ ഹയത്ത് എഴുതിയതാണ് യുവർ ബെസ്റ്റ് ഇയർ എവർ. അടുത്ത വർഷം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച വർഷമാക്കാനുള്ള ഒരു വ്യക്തമായ റോഡ് മാപ്പ് നൽകുന്ന പുസ്തകം. അടുത്ത ഒരു വർഷത്തിലേക്ക് കടക്കുമ്പോൾ ധാരാളം കാര്യങ്ങൾ നാം ഇംപ്രൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടാവാം. ഹെൽത്ത്, റിലേഷൻഷിപ്പ്, ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി, പേരൻറ്റിങ്, സ്പിരിച്വാലിറ്റി, മെൻ്റൽ ഹെൽത്ത്, ഇങ്ങനെ നിരവധി മേഖലകൾ. ഇതിൽ ഏത് മേഖല ഇംപ്രൂവ് ചെയ്യുന്നതിന് മുമ്പും ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ തിരിച്ചറിയുക എന്നത് പ്രധാനമാണ്. ഇപ്പോൾ ഇവയിൽ ഓരോന്നും നിങ്ങളുടെ സ്ഥാനം 1 മുതൽ 10 വരെ റാങ്ക് ചെയ്യുക. കാരണം ഈ മേഖലകളെല്ലാം തന്നെ പരസ്പരം കണക്റ്റഡ് ആണ്. ഇതൊരു ഉദാഹരണത്തിന്റെ സഹായത്തോടു കൂടി ഹയത്ത് വ്യക്തമാക്കുന്നുണ്ട്. നിങ്ങൾ വർക്കിൽ ഏറ്റവും ബെറ്ററായിരിക്കുമ്പോഴും റിലേഷൻഷിപ്പിൽ സ്ട്രഗിൾ ചെയ്യുന്നു. ബെറ്റർ ഹെൽത്ത് ഉണ്ടെങ്കിലും ഫൈനാൻഷ്യൽ ആയിട്ടുള്ള പ്രോബ്ലംസ് നമ്മെ അലട്ടുന്നു. അതിനാൽ ഇവയിൽ ഏത് മേഖലയിൽ ബെസ്റ്റ് എന്നും ഏതിൽ കൂടുതൽ ഇംപ്രൂവ് ചെയ്യണമെന്നും തിരിച്ചറിയാൻ റാങ്കിംഗ് നമ്മെ സഹായിക്കും. ഓതർ ഇതിനെ ലൈഫ് സ്കോർ അസസ്മെന്റ് എന്ന് വിളിക്കുന്നു. ഈ ഒരു അസസ്മെന്റ് അടുത്ത വർഷം ലൈഫിൽ കൂടുതൽ ഇംപ്രൂവ് ചെയ്യാൻ നമ്മെ സഹായിക്കും. യുവർ ബെസ്റ്റ് ഇയർ എവർ. ഇതിനായി മൈൻഡ് സെറ്റിനെ ചേഞ്ച് ചെയ്യണം. ഹയത്ത് പറയുന്നത് നമ്മുടെ ഭാവി ലക്ഷ്യങ്ങളിൽ നിന്ന് നമ്മെ തടയുന്നത് നാം സൃഷ്ടിക്കുന്ന ലിമിറ്റഡ് ആയിട്ടുള്ള ബിലീഫ്സ് ആണ്. ഗോൾസ് അച്ചീവ് ചെയ്യാൻ കഴിയാത്തതിൻ്റെ പ്രധാന തടസ്സം പുറത്തല്ല, നമ്മുടെ മനസ്സിലാണ്. എനിക്കത് സാധിക്കുന്നില്ല എന്ന ചിന്താഗതി മാറ്റി എൻ്റെ ഏറ്റവും നല്ല വർഷം സാധ്യമാണ് എന്ന വിശ്വാസം വളർത്തണം. ഇതാണ് ലക്ഷ്യം നേടുന്നതിനുള്ള ആദ്യ പടി. ഒരു എക്സാമ്പിളിലൂടെ ഓതർ ഇത് വ്യക്തമാക്കുന്നു. ഒരു ജോബ് ഇൻ്റർവ്യൂവിനായി അപ്ലൈ ചെയ്യുന്നു. അതിനുശേഷമാണ് നാം ചിന്തിക്കുന്നത്, ഈ ജോബിനായി എനിക്കത്ര എക്സ്പീരിയൻസ് ഒന്നുമില്ല, ഇത്ര എഡ്യൂക്കേഷനോ ക്വാളിഫിക്കേഷൻ ഒന്നുമില്ല. ഈ സെൽഫ് ഡൗട്ടാണ് നമ്മെ പിന്നിലേക്ക് മാറ്റി നിർത്തുന്നത്. മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ, അടുത്ത വർഷം ഒരു ഇ-കൊമേഴ്സ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. അതിനുള്ള ഗോൾസുകളെല്ലാം തന്നെ സെറ്റ് ചെയ്യുന്നു. അതിനുശേഷമാണ് ചിന്തിക്കുന്നത്, എനിക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള എക്സ്പീരിയൻസ് ഒന്നുമില്ല, എൻ്റെ ടെക്നോളജിയെക്കുറിച്ചുള്ള അറിവ് വളരെ ലിമിറ്റഡ് ആണ്, ഞാൻ അത്ര ക്രിയേറ്റീവ് ഒന്നുമല്ല. ഇത്തരം മനോഭാവമാണ് നമ്മെ ഗോൾസ് അച്ചീവ് ചെയ്യുന്നതിൽ നിന്നും തടയുന്നത്. യുവർ ബെസ്റ്റ് ഇയർ എവർ. ഇതിനായി കഴിഞ്ഞ വർഷത്തെ കുറവുകളെ തിരിച്ചറിയുക. കഴിഞ്ഞ വർഷത്തിൻ്റെ പരാജയങ്ങളും കുറ്റബോധങ്ങളും തിരിച്ചറിയുക. പരാജയത്തിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ട് മൈൻഡ് ക്ലിയർ ചെയ്ത് പുതിയൊരു വർഷം ആരംഭിക്കുക. ഓതർ പറയുന്നത്, ശരിയായ രീതിയിൽ ഗോൾസുകൾ അച്ചീവ് ചെയ്യുന്നതിനായി സ്മാർട്ടർ ഫ്രെയിംവർക്ക് ഉപയോഗിക്കാം. എന്താണ് ഈ സ്മാർട്ടർ ഗോൾസ്? സ്മാർട്ടർ ഗോൾസ് എന്നാൽ സ്പെസിഫിക്, മെഷറബിൾ, റിസ്ക്, ടൈം ബൗണ്ട്, എക്സൈറ്റിംഗ് ആൻഡ് റെലവൻറ്റ് ഗോൾ. എന്തുകൊണ്ടാണ് റിസ്ക്? കാരണം സേഫ് ഗോൾസ് നമ്മുടെ ജീവിതത്തിലെ മാറ്റങ്ങൾ സൃഷ്ടിക്കില്ല. ഗോൾസുകൾ നമ്മെ ചാലഞ്ച് ചെയ്യുന്നതാവാം. കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു കടന്ന് ചെറിയ രീതിയിൽ പേടി തോന്നുന്ന ഗോൾസുകളാണ് നമ്മെ ഗ്രോ ചെയ്യാനായിട്ട് സഹായിക്കുന്നത്. ഗോൾസ് എന്നത് 2 ടൈപ്പ് ഉണ്ട്, ഹാബിറ്റ് ഗോൾസ് ആൻഡ് അച്ചീവ്മെന്റ് ഗോൾസ്. ഹാബിറ്റ് ഗോൾസ് എന്നാൽ ഡേ ടു ഡേ ആവർത്തിക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ 30 മിനിറ്റ് റീഡിംഗ്, 30 മിനിറ്റ് എക്സസൈസ് എന്നിവ. അച്ചീവ്മെന്റ് ഗോൾസ് എന്നാൽ സ്പെസിഫിക് ടൈമിൽ പൂർത്തിയാക്കേണ്ടത്. അതായത് 3 മാസത്തിനുള്ളിൽ 5 കിലോ കുറയ്ക്കുക. ഇവ രണ്ടും ബാലൻസ് ചെയ്യുമ്പോൾ, അതായത് ഹാബിറ്റ് ഗോൾസും അച്ചീവ്മെന്റ് ഗോൾസും ബാലൻസ് ആയി ചെയ്യുമ്പോഴാണ് ലൈഫിൽ വളരെയധികം പ്രോഗ്രസ് ചെയ്യാൻ സാധിക്കുന്നത്. ഗോൾസുകൾ സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വൈ കണ്ടെത്തുക. വൈ ക്ലിയർ അല്ലാത്തത് കൊണ്ടാണ് ഓരോ വർഷവും ഗോൾസ് സെറ്റ് ചെയ്യുകയും 2 ആഴ്ച കഴിയുമ്പോൾ നിങ്ങളുടെ ഇൻട്രസ്റ്റ് നഷ്ടപ്പെടുകയും ഡിസ്ട്രാക്റ്റഡ് ആവുകയും വീണ്ടും പഴയ ഒരു ലൈഫിലേക്ക് തന്നെ തിരികെ പോവുകയും ചെയ്യുന്നത്.
വൈ ക്ലിയർ ആയാൽ ഗോൾസിനെ കണക്ട് ചെയ്യാൻ സാധിക്കും. മറ്റുള്ളവരിൽ നിന്നും നമ്മെ യുണീക്ക് ആകുന്നത് വൈ എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ്. ഉദാഹരണത്തിന്, റൈറ്റ് ബ്രദേഴ്സ് വിമാനം പറത്തുക എന്ന ലക്ഷ്യത്തിനായി പരിശ്രമിച്ചപ്പോൾ നിരവധി ആളുകൾ അവരെ കളിയാക്കി, ക്രിട്ടിസൈസ് ചെയ്തു. ഈ ഒരു ലക്ഷ്യം ഒരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞു. പക്ഷെ അപ്പോഴും അവർ തങ്ങളുടെ പരിശ്രമം തുടർന്നുകൊണ്ടേയിരുന്നു. കാരണം ആ ഒരു ലക്ഷ്യം നേടുന്നതിനായി അവർക്കൊരു റീസൺ ഉണ്ടായിരുന്നു, ഒരു വൈ ഉണ്ടായിരുന്നു. അതാണ് അവരെ വിജയത്തിലേക്ക് നയിച്ചത്. റൈറ്റ് ബ്രദേഴ്സ് മാത്രമല്ല, മാർട്ടിൻ ലൂതർ കിങ്, ഇലോൺ മസ്ക്, ആപ്പിൾ, എഡിസൺ, ഇവരെല്ലാം തന്നെ തങ്ങളുടെ ലക്ഷ്യങ്ങളിലെത്തിയത് അവരുടെ ഉള്ളിൽ ഒരു വൈ ഉണ്ടായിരുന്നത് കൊണ്ടാണ്. ആ ലക്ഷ്യത്തിന് പിന്നിൽ ആഴത്തിലുള്ള ഒരു റീസൺ, എനിക്കിത് എന്തിനാണ് വേണ്ടുന്നത് എന്ന ചോദ്യത്തിന് ഒരു ഉത്തരമുണ്ടായിരുന്നു. അതിനാലാണ് പ്രതിസന്ധികളിലും പരാജയങ്ങളിലും തളരാതെ മുന്നോട്ട് പോകാൻ അവർക്ക് ശക്തി നൽകിയത്. ഓഥർ പറയുന്നത്, നാം ഗോൾസുകൾ സെറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഇത് എന്തിനു ചെയ്യുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ സാധിക്കണം. ഇതാണ് നമ്മെ ലക്ഷ്യത്തിലെത്താൻ സഹായിക്കുന്നത്. മേക്ക് യുവർ ബെസ്റ്റ് ഇയർ എവർ. ഇതിനായി ഒരു വർഷം മുഴുവൻ ട്രാക്ക് ചെയ്യണം, റിവ്യൂ ചെയ്യണം. ജീവിതത്തിൽ ട്രാക്ക് ചെയ്യുന്ന ഓരോ ലക്ഷ്യങ്ങളും നോട്ട് ചെയ്യുക. നമ്മുടെ ജീവിതം ബിൽഡ് ചെയ്യുന്നത് ഡെയിലി ഹാബിറ്റ്സ് ആണ്, നമ്മുടെ ഡെയിലി റൂട്ടീൻ. എങ്ങനെയാണ് നിങ്ങളുടെ ഈ ഒരു മോർണിംഗ് ഈവനിങ് റിച്വൽസ് എന്ന് ഒബ്സർവ് ചെയ്യുക. മറ്റൊരു പ്രധാന ഘട്ടമാണ് വീക്ക്ലി റിവ്യൂ. ഓരോ ആഴ്ചയും വിലയിരുത്തുക. അതിലെ വിൻസ് എന്തൊക്കെയാണ് നോട്ട് ചെയ്യുക. എവിടെയാണ് മാറ്റം അനിവാര്യമെന്ന് തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് അടുത്ത ഒരു ആഴ്ച മൈക്രോ ഗോൾസുകൾ സെറ്റ് ചെയ്യുക. ക്വാർട്ടർലി ഇവാലുവേഷൻ നടത്തുക. ഓരോ 90 ദിവസം കൂടുമ്പോഴും ഗോൾസുകൾ റിവ്യൂ ചെയ്യുക. ഏതൊക്കെ വർക്കായി, ഏതൊക്കെ ഫെയിലായി, ഇത് വിലയിരുത്തുക. അതിനനുസൃതമായി പുതിയ ഒരു സ്ട്രാറ്റജി അപ്ലൈ ചെയ്യുക. കൺസിസ്റ്റന്റ് ആയിട്ടുള്ള പ്രവർത്തനമാണ് മികച്ച വർഷം സൃഷ്ടിക്കുന്നത്. യുവർ ബെസ്റ്റ് ഇയർ എവർ നമ്മെ പഠിപ്പിക്കുന്നത്, നിങ്ങളുടെ ഭാവി നിങ്ങൾക്ക് തന്നെ രൂപപ്പെടുത്താം. നിങ്ങളുടെ ലിമിറ്റഡ് ആയിട്ടുള്ള ബിലീഫ്സ് ആണ് ഏറ്റവും വലിയ തടസ്സം. വ്യക്തമായ വിഷനാണ് വിജയത്തിന്റെ പാത. സ്മാർട്ടർ ഗോൾസ് ആണ് പ്രവർത്തിക്കുന്ന ഗോൾ സിസ്റ്റം. ഇമോഷണൽ വൈ ആണ് ഫ്യൂവൽ. ഹാബിറ്റ്, റിവ്യൂ ഇവയാണ് വിജയത്തിന്റെ സിസ്റ്റം. നിങ്ങളും അടുത്ത ഒരു വർഷം ലൈഫിലെ ഏറ്റവും ബെസ്റ്റ് ഇയറായി മാറ്റാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ 6 കാര്യങ്ങൾ ജീവിതത്തിൽ അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട്.